എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഏത് കുഞ്ഞ് കേസുണ്ടായാലും ഉടൻ ആളുകൾ പറയും CBI വരണമെന്ന് പറയും. അപ്പോൾ CBI വന്നാൽ ഉടനെ അതങ്ങ് അന്വേഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ CBI വരുന്നു എന്ന് കേട്ടാൽ നമുക്കൊരു CBI വന്നെന്ന് പറയും നമ്മൾ. പിന്നെ CBI ഡയറക്കുറിപ്പ് എന്നുള്ള എന്താണ് സേതുരാമയ്യരുടെ സിനിമയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായി ഡമ്മിയൊക്കെ കൊണ്ടിടുന്നു, ഭയങ്കര സംഭവമല്ലേ CBI. അങ്ങനെ പക്ഷേ അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് CBIയെ കൂട്ടിലടച്ച തത്തയായി. നമുക്ക് ഭരണകക്ഷിക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് IPSകാരെ കൊണ്ടുപോയിക്കും, അവർ കേസ് അന്വേഷിക്കും, കോളമാക്കും. ഓരോ കേസും ഏറ്റെടുത്തിട്ട് നൂറ്റാണ്ടുകൾ നീണ്ടുപോകും. ലാവ്ലിൻ കേസൊക്കെ കണ്ടില്ലേ, എത്ര തവണയാണ് മാറ്റിവെച്ചത്? 42 തവണ കോടതിയിൽ മാറ്റിവെച്ചു. അപ്പോൾ ഈ കേസുകൾ ഇങ്ങനെ നീളുന്നു. അങ്ങനെ വന്നപ്പോഴാണ് കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയും വിദേശ പണം അധികമായി ഇവിടെ വരുന്നതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്നു. നമ്മുടെ ദാമോദർ ദാസ് മോദി എന്ന സാക്ഷാൽ നരേന്ദ്രമോദി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്നു. വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ED ആവശ്യത്തിനും അനാവശ്യത്തിനുമായ ഒരുപാട് കേസുകൾ പരിശോധിക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. നമുക്കങ്ങനെ പറയാൻ കഴിയില്ല, കാരണം ഈ കേസിൻ്റെ മെരിറ്റും മറ്റു കാര്യങ്ങളും നമ്മളിലില്ലല്ലോ. പക്ഷെ വളരെ വ്യാപകമായി ED ഒരുപാട് കേസുകളിൽ പല കാര്യങ്ങളും അന്വേഷിക്കുന്നു, രാഷ്ട്രീയ വെഞ്ചൻസിന് വേണ്ടി EDയെ പ്രയോജനപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരഭിപ്രായമുണ്ട്. ഇപ്പോൾ വീണ്ടും EDയുടെ കേസ് പൊങ്ങി വരുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെടുത്തിയ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ പിന്നെ ഒരു കേസ്. അതായത് ആലപ്പുഴയിലെ കരിമണൽ കർത്ത എന്ന് പറയുന്ന കരിമണൽ വ്യവസായിയായിട്ടുള്ള കർത്ത എക്സാലോജിക് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള IT കമ്പനി, അത് വീണ വിജയൻ്റെ കമ്പനിയാണ്. പിണറായിയുടെ മകളാണ്, മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ്. അവർക്ക് മാസം തോറും 1,70,00,000 രൂപയോ അങ്ങനെ കൊടുക്കുന്നു. അത് പല മാസവും കൊടുക്കാത്ത എന്തായാലും അങ്ങനെ ഒരു മാസപ്പടി കൊടുക്കുന്നു. അതെന്തിനു കൊടുക്കുന്നു? അത് CMൽ നിന്ന് മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് കരിമണൽ കടത്തിനുള്ള അവിഹിതമായ പാസും മറ്റുമൊക്കെ ഒപ്പിക്കാനുള്ള ഒരു ബൈ റൂട്ടാണ് ഈ എക്സാലോജിക് എന്ന രീതിയിൽ വന്നു. എക്സാലോജിക്ക് പൈസ കൊടുത്തതായിട്ട് കണക്കുമുണ്ട്, അക്കൗണ്ടിൽ എക്സാലോജിന് കിട്ടിയതായിട്ട്. അത് കരിമണൽ കർത്തയുടെ അക്കൗണ്ടിൽ നിന്ന്, അവിടുത്തെ ഓഫീസ് അക്കൗണ്ടിൽ നിന്ന്, KMMRൽ നിന്ന് എവിടത്തേക്ക് പൈസ പോയിട്ടുണ്ട്? ഈ എക്സാലോജിക്ക് പൈസ പോയിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്റ് എല്ലാം വെച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ കേരളത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് തിരികൊളുത്തി. അദ്ദേഹത്തിന് ജീവന് പോലും ഭീഷണിയായിട്ടുള്ള വലിയ വിവാദം വന്നു. എന്നും പത്രസമ്മേളനം വേണ്ട ബഹളമായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പം മാറി, വളരെ കൃത്യമായി കാര്യങ്ങൾ മാറി വരുന്നു. ഇന്ന് 13 സ്ഥലങ്ങളിൽ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, 10 വർഷം മുഖ്യമന്ത്രിയായിട്ട് പ്രതിപക്ഷ നേതാവായി. തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്, കണ്ണൂരിലുള്ള വീട്, പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോടുള്ള വീട്, അവരുടെ ഓഫീസ് അടക്കമുള്ള, അതുപോലെ കർത്തയുടെ ഓഫീസ്, പിന്നെ ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിൻ്റെ ഓഫീസ്, ആലുവയിലുള്ള എക്സാലോജിക്കിൻ്റെ ഓഫീസ്, അങ്ങനെ തുടങ്ങിയ നിരവധി ഓഫീസുകൾ 13 സ്ഥലങ്ങളിൽ ഒരേ സമയം ED ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് തുടങ്ങി. ഇതിനെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് CPM രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ CPMൻ്റെ നേതാക്കൾ പ്രതിഷേധിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിൽ പിണറായിയിൽ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരും നേതാക്കളുമെല്ലാം അവിടെ പ്രതിരോധിക്കുന്നു. ഇതിനിടയിൽ K മുരളീധരൻ പറഞ്ഞു, ഇതിലൊന്നും ഒരു കാര്യമില്ല, ED എന്ന് പറയുന്നത് ഒരു ചത്ത കുതിരയാണ്, അല്ലെങ്കിൽ അതൊരു കൂട്ടിലടച്ച മറ്റൊരു തത്തയാണ്, ഒരു തത്ത CBI ഉണ്ട്, ഇത് മറ്റൊരു തത്തയാണെന്ന് പറയുന്നു. ഇത് CPM BJP ഡീലാണ്, വെറുതെ കേസൊക്കെ നോക്കി ഇങ്ങനെ പറയുന്നു. പക്ഷേ എന്തായാലും ഒരുപാട് കേസുകൾ ED അന്വേഷിച്ചു. പക്ഷേ ഒരു ഫൈനാലിറ്റിയിലേക്ക് പലതും പോകുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ED അന്വേഷിക്കുക, റിപ്പോർട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം പുറത്ത് വന്നാലായി ബാക്കി ജോലി മറ്റുള്ളവർക്കുള്ളതായിരിക്കാം. എന്തായാലും സ്വപ്ന സുരേഷ് പോലുള്ള സമയത്ത് ED വ്യാപകമായി റെയ്ഡ് നടത്തി. ശബരിമല വിഷയത്തിൽ 33 സ്ഥലങ്ങളിലാണ് ഒരേ സമയം ED റെയ്ഡ് നടത്തിയത്. പിന്നെ നമ്മുടെ പത്മകുമാറിൻ്റെ വീട്ടിൽ, എൻ വാസുവിൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ ഹൈദരാബാദിൽ, മദ്രാസിൽ, കർണാടകത്തിൽ, മൈസൂർ, ബാംഗ്ലൂർ, വലിയ തോതിലാണ് ED 33 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. എന്താണ് റിപ്പോർട്ടെന്ന് നമുക്കറിയില്ല, കാരണം ഈ റെയ്ഡുകൾ ഒരുപാട് നടക്കാറുണ്ട്. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ റെയ്ഡ് നടന്നു. അത് അവസാനം അദ്ദേഹത്തിന് എന്തായി, കേസായി, അത് വേറെ വഴിക്ക് പോയി. എന്തായാലും അദ്ദേഹം ജയിലിലുമായി. നമുക്കിത് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ED റെയ്ഡ് നടക്കുന്നു, അതിന് മറ്റൊരു വിവാദമാകുമോ, അതോ ഇത് കൃത്യമായി ED ഇതൊക്കെ പിടിച്ചുകൊണ്ട് കൃത്യമായി ഇത് പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ട ഒരു വിഷയമാണ്. ED ഓൺ ആക്ഷൻ, ED ഓൺ സ്ട്രൈക്സ് അഗൈൻ എന്നുള്ളതാണ്. ഇനി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്. 102 സീറ്റ് കിട്ടി, ഇടതുപക്ഷം 102 സീറ്റ് UDFന് കിട്ടി, ഇടതുപക്ഷം പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, CPMൻ്റെ എല്ലാ പരാജയവും പിണറായി വിജയൻ എന്ന ആളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ സമയത്ത് ഫാമിലിക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന, കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന
ED അന്വേഷണം വരുന്നു, ഇതിനെതിരെ ഒരുപാട് എന്താണ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൽ കാര്യമില്ല. എന്തായാലും EDയുടെ പണി ചെയ്യുന്നു. പിന്നെ ഇത് ശരിയാകുമോ തെറ്റാവും നമുക്കറിയാൻ പറ്റത്തില്ല. അദ്ദേഹം വലിയ നേതാവാണ്, വളരെ സീനിയറായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം 10 വർഷമായി മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, 17 വർഷം CPMൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്, CPMൻ്റെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, വളരെ വലിയ നേതാവാണ്. 77 മുതൽ കഴിഞ്ഞ 50 വർഷമായി, ഇപ്പോൾ 50-ാം വർഷം വരാൻ പോകുന്നു, 50 വർഷമായി MLA ആണ്. അപ്പോൾ അത്രയും വലിയൊരു നേതാവാണ്, കുലപതിയാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞാൽ തിരുവഞ്ചൂരേ ഉള്ളൂ, ബാക്കി എല്ലാവരും, പിന്നെ G. സുധാകരനാണ്, ബാക്കി എല്ലാവരും കഴിഞ്ഞു, പാർലമെൻ്ററി രംഗത്തുനിന്ന് പുറത്ത് പോയിരിക്കുകയാണ്. നമുക്കിത് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുകയെന്ന്.